ആ ഗ്ലാസ് അതിന്റെ അനുപാതം, അതായത് 7:1 എന്ന അനുപാതത്തിൽ അതിന് 7 ഇരട്ടി വെള്ളം, നേരിയ ചുടുവെള്ളം മിക്സ് ചെയ്ത് കുടിക്കുക. അതാണ് ബാവുൽ അസൽ. ഈ ബാവുൽ അസലിന് ബിപിയെ കൺട്രോൾ ചെയ്യാൻ നല്ല കഴിവുണ്ട്, ശക്തിയുണ്ട്. അപ്പോ ബിപി ഉള്ള ആൾക്കാർ, ഷുഗർ ഉള്ളവർ അല്ലെങ്കിൽ ഷുഗർ ശ്രദ്ധിക്കണം. ചിലപ്പോൾ തേനിന് ഷുഗർ കൂടാറുണ്ട്, ചിലർക്ക് കൂടാറില്ല. ചിലപ്പോൾ തേനിന്റെ ഗുണനിലവാരം അനുസരിച്ചായിരിക്കും. ഏതായാലും പ്രഷർ രോഗികൾക്ക് തേൻ വെള്ളം ബാഉൽ അസൽ വളരെ ഉപകാരപ്രദമാണ്. അത് സ്ഥിരമായിട്ട് വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് ബിപി കുറയും എന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരുടെയും അനുഭവിച്ചിട്ടുണ്ട്. ഏതായാലും ബിപി ഉള്ളവർ അങ്ങനെ കുടിക്കാൻ ശ്രമിക്കുക ബാഉൽ അസൽ. അതുപോലെ യുനാനിയിലെ മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് നേരത്തെ പറഞ്ഞത് ഹിജാബ, കൊമ്പുവെക്കൽ. ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വാക്വം ക്രിയേറ്റ് ചെയ്ത് രക്തം വലിച്ചെടുക്കുന്ന ഒരു ചികിത്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉള്ളതാണ്, അതിന്റെ മുമ്പും ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ പറഞ്ഞതായും സ്വയം അത് സ്വന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ചെയ്യിപ്പിച്ചതായൊക്കെ ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിബാവും ഇത്താഅത്തും സുന്നത്തും ഒക്കെ ഉള്ള ഒരു കർമ്മമാണ്. പല പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് അറിയാവുന്ന പലരും ഇത് അസുഖമില്ലാത്ത അവസ്ഥയിൽ പോലും ഈ ഇത്തിബാ തുടരുന്നതിന് വേണ്ടി പലപ്പോഴും ഈ മർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ വന്ന് ഹിജാബ് ചെയ്യിക്കാറുണ്ട്. ഏതായാലും അത് ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തവർ ഒഴിവിട്ടുമ്പൊക്കെ നാട്ടിൽ വരുമ്പോൾ, പ്രവാസികളാണെങ്കിൽ നാട്ടിൽ വരുമ്പോഴൊക്കെ വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യുന്നത് നല്ലതാണ്. ഇസ്ലാമിക വിധി പ്രകാരം മാസത്തില്, അറബി മാസത്തില് 17, 19, 21 ഈ ദിവസങ്ങളിൽ പ്രത്യേകം അത് കൂലിയുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. അത് വളരെ സഹിയായ ഹദീസിലൂടെ തന്നെ സ്ഥിരപ്പെട്ട വിഷയമാണ്, തർക്കങ്ങളൊന്നും ഇല്ലാത്ത വിഷയമാണ്. അപ്പോ ആ വിഷയം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ബിപിയെ കൺട്രോൾ ചെയ്യുന്നതിൽ ഹിജാബ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല്, നമുക്കറിയാം, ഒരു പൈപ്പിലോ യുക്തിപരമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പ്രഷറുള്ള വെള്ളം പൈപ്പിലൂടെ വളരെ പ്രഷറിലാണ് ഒഴുകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് പുറത്തോട്ട് വിട്ടാൽ ആ പ്രഷർ കുറച്ച് കുറയുമെന്നത് യാഥാർത്ഥ്യമാണ്. അതേ രൂപത്തിൽ നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, ആ രക്തം ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് ബിപി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ പ്രത്യേക സ്ഥലങ്ങളിൽ, ചില പ്രത്യേക ഏരിയകളിൽ, ശരീരത്തിന്റെ ചില പോയിന്റ്സുകളിൽ ഈ കപ്പിംഗ് മുഖേന ഹിജാബ് നടത്തുമ്പോൾ, ഹിജാബ് ചെയ്യുമ്പോൾ ബ്ലഡ് ഒരുപാട് പുറത്തു വരുന്നു, ഊസ് ചെയ്ത് പുറത്തു വരുന്നു. ഈ ബ്ലഡ് പുറത്തു വരുമ്പോൾ ഈ ശരീരത്തിലെ പ്രഷർ നോർമൽ ആവാൻ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എത്രയോ കാലമായി പ്രഷർ കൊണ്ട് ഗുളിക കുടിക്കുന്ന ഒരു രോഗി ഒറ്റ ഹിജാബ് കൊണ്ട് ആ മരുന്നൊക്കെ നിർത്തി പൂർണ്ണമായിട്ടും രോഗം മാറും എന്നല്ല, മറിച്ച് വളരെ ആ രോഗത്തിന്റെ തീവ്രത, ആ ഗ്രാഫ് വളരെ ഹലോ, കേൾക്കാമോ? ഓക്കെ. എന്തോ ഒരു പ്രശ്നമുണ്ട് നെറ്റിന്. അടുത്ത ആഴ്ച പരിഹരിക്കും. ഇത് ഒരുപാട് സമയം അങ്ങനെയും പോയി. ഏതായാലും ഒരു 10 മിനിറ്റൂടെ ഉള്ളൂ. കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞ് തുടങ്ങി വെച്ചത് പ്രഷറിനുള്ള ഹെർബൽ മാനേജ്മെന്റ് ആണ്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു, മൂത്രം വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങൾ പ്രഷറിന് ഗുണം ചെയ്യും. ഉദാഹരണത്തിന് ഞെരിഞ്ഞിൽ എന്ന ഒരു ഔഷധം നമുക്ക് പലർക്കും സുപരിചിതമായിരിക്കും. ഞെരിഞ്ഞിൽ ഉണക്കി നന്നായി പൊടിച്ച് നെല്ലിക്കയുടെ പൊടിയും മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പിന്നെ മുരിങ്ങയുടെ ഇല, അതിന്റെ നീരില് വെള്ളുള്ളി
ചേർത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് ഒറ്റമൂലി പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ ജീരകവും ഉലുവയും വറുത്ത് പൊടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇതില് ഞാൻ കുറെ പറയുന്നത് ഏതെങ്കിലും സൂട്ടബിൾ ആവുന്ന ആൾക്കാരുണ്ടാവും, അവൈലബിൾ ആയത് അത് വാങ്ങി കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ എത്രയോ പേര് പലരും ഇപ്പോ നെല്ലിക്കയുടെ ജ്യൂസ് വെറും വയറ്റില് അതില് ഈ വെള്ളുള്ളി ഇഞ്ചിനീരൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് കൊളസ്ട്രോളിനും പ്രഷറിനൊക്കെ ഗുണപ്രദമാണ്. ഫ്രഷായി നെല്ലിക്ക, അതിന്റെ ജ്യൂസ് 1-2 നെല്ലിക്ക മതി, സ്ഥിരമായിട്ട് കഴിക്കും മാത്രം മതി. 2 നെല്ലിക്ക എടുത്ത് അതിന്റെ ആ നീരില് കുറച്ച് വെള്ളുള്ളി ഇഞ്ചിനീരൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് പല രോഗത്തിനും നല്ലതാണ്. അപ്പൊ ഏതാണോ സൂട്ടബിൾ ആവുന്നത് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാം. ഇനിയും ഒരുപാട് നല്ല മൂത്രം വർദ്ധിപ്പിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ പറമ്പിലൊക്കെ പലപ്പോഴും കാണുന്ന തഴുതാമ. പുനർനവ എന്ന് പറയും, ഡിസ്കപ്ര എന്ന് ഉറുദു പറയും. അതിന്റെ നീരെടുത്ത് വെറുംവയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തഴുതാമയുടെ നീര് അത് പലപ്പോഴും ഉപ്പേരിയായി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഭക്ഷണത്തിന്റെ കൂടെ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി വേണം, കുറച്ചൊക്കെ ഔഷധാസ്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രാഥമിക അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുണ്ടായാൽ ഇതിലൊക്കെ ഗുണം ചെയ്യും. ഈ പറയുന്നത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാം ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ ചെറിയ അറിവുകൾ സൂക്ഷിച്ചാൽ പലപ്പോഴും പലർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാനും സഹായിക്കാനും സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വേറെയും പറയുന്നുണ്ട്, തെച്ചിപ്പൂവ്, തുളസിയില ചേർത്തരച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇത് ഒരുപാടുണ്ട്. അതുപോലെ വത്തക്ക എന്ന് പറയുന്ന തണ്ണിമത്തൻ, ഇതിന്റെ കുരു ഉടക്കി പൊടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് മുരിങ്ങയുടെ ഇല, കറിവേപ്പില, വെള്ളുള്ളി. ഈ 3 സാധനങ്ങൾ, മുരിങ്ങയുടെ ഇല, കറിവേപ്പില, വെള്ളുള്ളി, ഇവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് മുഖ്യമായിട്ടും ഈ 3 വെള്ളുള്ളിയും കറിവേപ്പിലൊക്കെ നാം പലപ്പോഴും കറിയിലൊക്കെ കൂട്ടുന്നതാണ്. അത് ചമ്മന്തിയിലൊക്കെ കുറിച്ച് അല്പം കൂടുതൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് പ്രഷറിന് ഗുണം ചെയ്യും. അതുപോലെ പിന്നെ കറിവേപ്പില, ഇഞ്ചി, കുരുമുളക്, വെള്ളുള്ളി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചമ്മന്തി അതും വളരെ നല്ലതാണ്. അതുപോലെ മുരിങ്ങയില ഇട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും മൂത്രത്തെ വർദ്ധിപ്പിക്കുകയും നീര് കുറക്കാൻ ഒക്കെ ഉപകാരപ്പെടുകയും ചെയ്യുന്ന ഈ മരുന്നുകൾ കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ BP നിയന്ത്രിക്കാനും ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും സാധിക്കും എന്നുകൂടി അറിയിക്കുന്നു. ഏകദേശം സമയം കഴിയുകയാണ്. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ റൈസാൻ ചെയ്യാം. 10 മിനിറ്റ് കൂടി അതിന് സമയം നൽകാം. പിന്നീട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച ഒരു പുതിയൊരു സബ്ജക്ട് തുടങ്ങാം എന്നുകൂടി അറിയിക്കുന്നു. പിന്നെ പ്രഷറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. സാൾട്ട്, ഉപ്പിന് വളരെ വലിയ റോളുണ്ട്. പ്രഷർ ഉള്ള രോഗികൾ ഉപ്പ് കൺട്രോൾ ചെയ്യണം. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സ്ഥിരമായിട്ട് പ്രഷറിന് ഇംഗ്ലീഷ് ഗുളിക കുടിച്ചുകൊണ്ട് വരുന്ന 10 വർഷമായി 15-20 വർഷമായിട്ടൊക്കെ അല്ലെങ്കിൽ 5 വർഷമായിട്ടൊക്കെ ഇംഗ്ലീഷ് ഗുളിക കുടിച്ചുകൊണ്ടേയിരിക്കുന്ന പലരും ഉണ്ടാവും. അവർ ഒറ്റയടിക്ക് ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഒറ്റമൂലി സ്റ്റാർട്ട് ചെയ്ത് മറ്റേത് നിർത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് മോണിറ്ററിംഗ് നല്ലോണം നടക്കണം. ഇത് അങ്ങനെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫോർമുല എടുത്ത്, നേരത്തെ ഞാൻ പറഞ്ഞു വെള്ളുള്ളിയും ജീരകയും ഉലുവയും, അല്ലെങ്കിൽ നെല്ലിക്കയും വെള്ളുള്ളിയും ഇഞ്ചിനീരും ഇങ്ങനെ മിക്സ് ചെയ്ത് രാവിലെയൊക്കെ കഴിക്കാൻ തുടങ്ങിയാൽ ഒറ്റയടിക്ക് ഇംഗ്ലീഷ് മരുന്ന് നിർത്തരുത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മരുന്നിന്റെ ഡോസ് ആദ്യം കുറക്കുക. എന്നിട്ട് 2 നേരം കഴിക്കുന്നത് 1 നേരമാക്കാം, 1 വീതമാണെങ്കിൽ 1/2 വീതമാക്കാം.
ഒരു ദിവസം ഒന്നാണെങ്കിൽ 1.5 ആക്കാം. അങ്ങനെ കുറച്ചു കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ഓരോ ആഴ്ചയിലും പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യണം. അങ്ങനെ ബി.പി.യിൽ വലിയൊരു കൂടുതൽ ബി.പി കൺട്രോളിൽ തന്നെ ആണെങ്കിൽ വീണ്ടും ഇംഗ്ലീഷ് മരുന്നിന്റെ ഡോസ് കുറച്ചു കൊണ്ടുവന്ന് ഈ ഹെർബൽ ട്രീറ്റ്മെന്റിൽ മാത്രം ഒതുക്കി പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മരുന്നില്ലാതെയും ഇൻഷാ അല്ലാഹ് ബി.പിയെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പലർക്കും സാധിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ചോദിക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വരാം. ഓക്കെ, ഒരു ചോദ്യം ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രസക്തമായത് സെലക്ട് ചെയ്യാം. ബി.പി കൊണ്ട് തല വേദന വരുന്ന സ്റ്റേജ് ഡേഞ്ചർ ആണോ? ഒരു സ്ത്രീയാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ബി.പി കൊണ്ട് തലവേദന വരുന്ന സ്റ്റേജ് ഡേഞ്ചർ ആണോ എന്നാണ് ചോദിച്ചത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബി.പി വളരെ സൈലന്റ് ആയിട്ടാണ് നമ്മെ ആക്രമിക്കുന്നത്. പലപ്പോഴും പല മാരകമായ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടായതിനു ശേഷമായിരിക്കാം ബി.പിയുടെ രോഗിയാണ് എന്ന് നാം അറിയുന്നത്. പലപ്പോഴും വേറെന്തെങ്കിലും അസുഖത്തിന് അല്ലെങ്കിൽ പലപ്പോഴും ഈ ബി.പിയുടെ എന്തെങ്കിലും സങ്കീർണതകൾ ബാധിച്ച് ആശുപത്രിയിൽ എത്തുമ്പോഴായിരിക്കും ബി.പിയുടെ പേഷ്യന്റ് ആണ് എന്ന് നാം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ മാസത്തിലോ 2 മാസത്തിലൊക്കെ ബി.പി ഒക്കെ നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഷുഗർ നോക്കിയിരിക്കണം. അപ്പൊ ഇവിടെ മേഡം ചോദിച്ചത് തലവേദന വരുന്ന അവസ്ഥ ഡേഞ്ചർ ആണോ എന്നാണ്. ഞാൻ പറഞ്ഞു, ബി.പിയുടെ പ്രത്യേകിച്ച് ലക്ഷണം ഉണ്ടാവില്ല. അതേസമയത്ത് തലയുടെ പിൻവശത്ത് നിന്ന് ഒരു വേദന അത് ഉണ്ടാവാറുണ്ട്. തലയുടെ പിൻഭാഗത്ത് നിന്ന് വേദന ഉണ്ടാവാറുണ്ട്. ഇതിന്റെ പ്രത്യേകത, ഇപ്പോ ചെന്നിക്കുത്ത് തലവേദനയാണെങ്കിൽ നമുക്കറിയാം, തലയിൽ നീരിറക്കം വന്നിട്ട് ചെന്നിക്കുത്തിന്റെ തലവേദന ഉണ്ടാവാറുണ്ട്. മൈഗ്രെയിൻ ഈ തലവേദനയാണെങ്കിൽ അത് ഒരു ചിലപ്പോൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇപ്പോൾ കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ അത് മാറും. അതേസമയത്ത് ബി.പിയുടെ തലവേദന അത് നമ്മെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തലക്കുള്ള കനം ഉണ്ടാവും. അത് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും തലയുടെ പിൻഭാഗത്ത് നിന്നുള്ള വേദന ഉണ്ടാവും. രാവിലെ കുറച്ച് കൂടുതൽ ഈ വേദന അനുഭവപ്പെടും. ഇതൊക്കെ ബി.പിയുടെ അടയാളമാണ്. ചില ആൾക്കാർക്ക് ബി.പി 150-200 ആയാൽ പോലും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവാറില്ല. ചില ആൾക്കാർ കുറച്ച് കൂടുമ്പോഴേക്കും തലക്ക് കനം വേദന ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ഒരു തീരുമാനം പറയാൻ പറ്റുള്ളൂ. തലവേദന തലക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബി.പി നല്ലവണ്ണം കൂടിയിരിക്കാം. തീർച്ചയായിട്ടും അത് മാനേജ് ചെയ്യണം. അത് ചെക്ക് ചെയ്തുകൊണ്ടുള്ള മാനേജ്മെന്റ് പറ്റുള്ളൂ. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ രൂപത്തിൽ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ രൂപത്തിലുള്ള ഒരുപാട് ഫോർമുലകളുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് മരുന്ന് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അനുയോജ്യരായ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനും മറക്കരുത് എന്നുകൂടി അറിയിക്കുന്നു. ഇനിയും ചോദ്യങ്ങളുണ്ട്. പിന്നെ തടി കുറക്കാനുള്ളത് പറയുമോ? പലപ്പോഴും ചർച്ച ചെയ്ത വിഷയമാണ് തടി കുറക്കുക എന്നത്. അത് പിന്നെ ശരീരത്തിന്റെ തടി കൂടിയത് കാരണം ഉള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഒബീസിറ്റി, അമിതവണ്ണം, ഇതൊരു പ്രത്യേക ജീവിതശൈലി രോഗങ്ങളിൽ എണ്ണുന്ന ഒരു രോഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടും ശരീരത്തിന്റെ അനക്കമില്ലായ്മ കൊണ്ടും ഭക്ഷണത്തിൽ വന്ന ഫാസ്റ്റ് ഫുഡ് കൾച്ചറും അതുപോലെ എക്സ്ട്രാ കലോറി ഓരോ ദിവസവും ഇഷ്ടംപോലെ അകത്താക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരം വണ്ണം കൂടി എക്സ്ട്രാ ഡെപ്പോസിറ്റായി വലിയ ശരീരം വഹിച്ചുകൊണ്ടാണ് എല്ലാവരും ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്നു. അത് കുറക്കാനുള്ള നടപടികൾ പലപ്പോഴും പറഞ്ഞിരുന്നു. ചോദിക്കാൻ അവസരമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കാം. ചോദ്യം താല്പര്യമുള്ളവർ റൈസാൻ ചെയ്യാം. അവസരം തരുന്നതാണ്. ഏതായാലും പിന്നെ ഞാൻ പറഞ്ഞു, തടി കുറക്കാൻ തീർച്ചയായിട്ടും ഭക്ഷണം 2-3 വിഷയങ്ങൾ ആവശ്യമാണ്. ആ
ഏറ്റവും പ്രധാനമായിട്ട് തടി കുറക്കാൻ വേണ്ടത് ഭക്ഷണത്തിലെ നിയന്ത്രണമാണ്. നമ്മുടെ ഭക്ഷണ നിയന്ത്രണം രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ വളരെ സിമ്പിളായിട്ട് കഴിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായി പച്ചക്കറിയുടെ കൂടെ, അതുപോലെ ഉച്ചക്കുള്ള ഭക്ഷണം അല്പം റൈസ് ആവാം, അരി ഭക്ഷണമാവാം, കുറച്ച് പച്ചക്കറിയുടെ കൂടെ മാത്രം കഴിക്കുക. രാത്രി വേവിച്ച ഭക്ഷണം പറ്റ ഒഴിവാക്കുക. അതിന് പകരം വെജിറ്റബിൾ സലാഡ്, പപ്പായ, പഴങ്ങള്, അതുപോലെ പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ മാത്രം ഒതുക്കി അതും കൂടുതൽ കഴിക്കാതെ അങ്ങനെ ശ്രദ്ധിച്ചാൽ അങ്ങനെ ഭക്ഷണത്തിന്റെ കൺട്രോളും അതേ രൂപത്തിൽ നല്ല വ്യായാമം ചെയ്യുക. എല്ലാ ഭാഗത്തും സർക്കുലേഷനൊക്കെ കിട്ടുന്ന രൂപത്തിൽ, എല്ലാ ജോയിന്റ്സും ഇളകുന്ന രൂപത്തിലുള്ള വ്യായാമം ചെയ്യുക. അതേ രൂപത്തിൽ ചിലപ്പോൾ വയറിളക്കാത്ത രോഗികളൊക്കെ ആവാം, വയറ് നല്ല ഇളകി പോകാനുള്ള മരുന്നുകളൊക്കെ കഴിച്ച് തടി കുറക്കാനും ചില ഹെർബൽ ചികിത്സകളുണ്ട്. അത് മൂന്നും, അപ്പോൾ തടി കുറക്കാനുള്ള മരുന്നുകളും അതോടുകൂടി ഭക്ഷണക്രമവും അതിന്റെ കൂടെ വ്യായാമവും എല്ലാം കൂടി ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് കുറയും എന്നുകൂടി പറയുന്നു. ഇത് റൈസ് ഹാൻഡ് ചെയ്തവർക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഹലോ, അസ്സലാമു അലൈക്കും. ഡോക്ടറെ, ഞാൻ അകാല നരക്ക് ഏകദേശം 30 വയസ്സായിട്ടുള്ളൂ. തലയിലുള്ള മുടി പതിയും നരച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വല്ല ആയുർവേദിക്ക് വരുന്ന വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. അകാല നര, അതിന്റെ വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ശരീരത്തിന്റെ ഏറ്റവും പ്രധാന കാരണം പാരമ്പര്യമാണ്. പാരമ്പര്യമായിട്ട് ഉണ്ടാവാറുണ്ട്. അതേ രൂപത്തില്, അതായത് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ. അതേ രൂപത്തില് കഫത്തിന്റെ അളവ് കൂടുമ്പോ, ശരീരത്തിൽ കൂടുമ്പോ, തലയുടെ വിവിധ ക്യാവിറ്റികളിലൊക്കെ കഫത്തിന്റെ അളവ് കൂടുമ്പോൾ, ഉദാഹരണത്തിന് സൈനസൈറ്റിസും അങ്ങനത്തെ കഫരോഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും അകാലനര ഉണ്ടാവാം. അതേ രൂപത്തിൽ ഉറക്കമൊഴിക്കുന്ന ആൾക്കാർ, അതുപോലെ ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഈ അകാലനര റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് 30 വയസ്സായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് പലപ്പോഴും പിന്നെ ഇത് 100% ഇപ്പൊ നിങ്ങളുടെ അകാലനര ഞാൻ 1 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റിത്തരാം എന്ന രൂപത്തിലുള്ള ഒരു ചികിത്സ നമ്മുടെ അനുഭവത്തിലില്ല. അത് ഒരു സിസ്റ്റത്തിനും അങ്ങനെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും മുടിയുടെ നറിഷ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന മരുന്നുകൾ, വിറ്റാമിൻസിന്റെ സ്കിന്നിനൊക്കെ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി കോംപ്ലക്സ് അടക്കമുള്ള അതൊക്കെ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ, അതോടുകൂടി പിന്നെ ബ്ലഡിന്റെ HB ബ്ലഡ് വർദ്ധിക്കാനും സർക്കുലേഷൻ കൂട്ടാനും അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉള്ളോട്ട് കഴിക്കുകയും, ചില സ്പെഷ്യൽ ആയിട്ടുള്ള എണ്ണകളുണ്ട്. യുനാനിയിലെ ഒരു റോഗൻ അംലഹാസ് എന്നൊരു എണ്ണയുണ്ട്, നെല്ലിക്ക ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ തേക്കുകയും ഈ മരുന്നുകളൊക്കെ കഴിക്കുകയും, പ്രത്യേകിച്ച് ത്രിഫല അടങ്ങിയിട്ടുള്ള ഇത്രീഫൽ ഉസ്തുഖുദൂസ് എന്നൊരു സ്പെഷ്യൽ ലേഹ്യം യുനാനിയിൽ പറയാറുണ്ട്. ആ ലേഹം സ്ഥിരമായിട്ട് രാത്രി 1 ടീസ്പൂൺ കഴിക്കുകയും ഈ എണ്ണ ഉപയോഗിക്കുകയും ചെയ്താൽ തന്നെ മാറ്റങ്ങൾ കാണാറുണ്ട്. പൂർണ്ണമായിട്ട് മാറുക എന്നല്ല, പുതിയ രോഗങ്ങൾ ഇനിയും ചെറുപ്പത്തിൽ തന്നെ വരാതിരിക്കുകയും ഇനി വരുന്ന മുടികൾ അത് കറുത്തു തന്നെ വരാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ റോഗൻ അംലഹാസ്, അതുപോലെ ഇത്രീഫൽ ഉസ്തുഖുദൂസ് ലേഹമാണ് രാത്രി കഴിക്കുക, എണ്ണ ഉപയോഗിക്കുക. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് മാറ്റം വരും. പിന്നെ ചില സ്പെഷ്യൽ ഗുളികകളൊക്കെ ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ 2 ആഴ്ച കഴിക്കുമ്പോഴേക്ക് പൂർണ്ണമായിട്ടും മാറും എന്നുള്ള ഒരു ചികിത്സ അവൈലബിൾ അല്ല എന്നുകൂടി അറിയിക്കുന്നു. അതുപോലെ കട്ടുണ്ടോ? കട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അത്രയും കാര്യമാണ് പറയാനുള്ളത്. എന്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അടുത്ത ആൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു.
അസ്സലാമു അലൈക്കും. ഡോക്ടർ, വയറ് സ്റ്റെപ്പായിട്ട് വയറ് കൂടുതൽ ചാടിയിട്ടാണ്. പക്ഷെ ഭക്ഷണം പൊതുവെ കുറവായി കഴിക്കുന്ന ഒരാളാണ്. അതിന് എന്താ വയറ് കൂടുതൽ കുടവയറ് എന്ന് പറയാം. അതിന്റെ കാരണം എന്താണ്? അത് ഭക്ഷണം എത്ര കുറവാണ്, ഭക്ഷണം എത്ര ലൈറ്റായിട്ട് കഴിക്കാറുള്ളൂ, നടക്കാറുണ്ട്. ഈ വയറ് കുറയാനുള്ള മാർഗം എന്താണെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. വയറ് കുറയാനുള്ള മാർഗങ്ങള് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തടി കുറക്കാനുള്ള മാർഗങ്ങൾ അവ തന്നെയാണ്. അവിടെയും നാം അവലംബിക്കേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഭക്ഷണത്തിനുള്ള ക്രമം. പിന്നെ അരിഭക്ഷണം കുറക്കുക, അത് ഒരു സമയം മാത്രമാക്കി ചുരുക്കുക, അത് ഉച്ചക്ക് മാത്രമാക്കുക. രാത്രിയൊക്കെ വെജിറ്റബിൾ സലാഡുകളും ഫ്രൂട്ട്സുകളും മാത്രമാക്കി ഒതുക്കുക. നല്ല വെള്ളം കുടിക്കുക. അതുപോലെ കുമ്പളങ്ങയുടെ ജ്യൂസ്, അത് ഈ വയറിന്റെ ഫാറ്റ് കുറക്കാൻ വളരെ സഹായകമാണ്. അത് അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങി കഴിക്കുക. അതുപോലെ ക്യാരറ്റ് പോലത്തെ വെജിറ്റബിൾസ് തീർച്ചയായിട്ടും, കക്കിരിയൊക്കെ വളരെ ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിൽ നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലെ നാര്, അതിന്റെ പിന്നെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അത് ഇൻഡസ്റ്റൈനിൽ വെച്ച് തന്നെ പുറത്തു കളയാൻ മാത്രം ക്യാരറ്റിനൊക്കെ ശക്തിയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ക്യാരറ്റ് പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ രാത്രി ഉപയോഗിക്കുക. അരിഭക്ഷണം കുറക്കുക. തുടങ്ങിയിട്ടുള്ള ഭക്ഷണക്രമം ആദ്യമായി നാം തുടങ്ങുക. അതേ രൂപത്തിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വ്യായാമമാണ്. ചിലപ്പോൾ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാകാം. അതുകൊണ്ട് പിന്നെ ശരിക്ക് വയറിന്റെ മസിൽസിന് വ്യായാമം ലഭിക്കണം. അത് പലപ്പോഴും നാം ചെയ്യാറുണ്ട്. മലർന്ന് കിടന്നിട്ട് ഇങ്ങനെ നെറ്റി കാൽമുട്ടിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു എക്സസൈസ് ഉണ്ട്. അതേ രൂപത്തിൽ പിന്നെ സാധാരണഗതിയിൽ കളരിയിലും കരാട്ടയിലൊക്കെ ആമുഖമായി ചെയ്യുന്ന പല എക്സസൈസുകളും ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾക്കൊക്കെ ഉള്ള ഓരോ ജോയിന്റ്സിനൊക്കെ ഗുണം ചെയ്യുന്ന എക്സസൈസുകൾ ശരിക്കും ചെയ്ത് കുറച്ച് ശ്വസന വ്യായാമങ്ങൾ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് വയറ് കുറക്കാൻ സാധിക്കും. ഇനി ഇതുകൊണ്ടൊക്കെ കുറച്ച് ഒന്നുകൂടി കുറയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഫാറ്റുകളെ കളയാനുള്ള മരുന്നുകളും അവൈലബിൾ ആണ്. ഈ യുനാനിയിലുള്ളത് സഫു മുഹസില്, അർക്ക്, സീര തുടങ്ങിയിട്ടുള്ള മരുന്നുകൾ യുനാനിയിൽ അവൈലബിൾ ആണ്. അതുപോലെ മറ്റു സിസ്റ്റങ്ങളിലും അവൈലബിൾ ആയിരിക്കാം. നമ്മുടെ ഡോക്ടർ കീശേരിയൊക്കെ ഇവിടെ ഗ്രൂപ്പിലുണ്ട് എന്ന് ഞാൻ കാണുന്നു. മാഷാ അല്ലാഹ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെതായ ചികിത്സ ഉണ്ടാവാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സിസ്റ്റത്തിലും ചികിത്സകളുണ്ട്. നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വ്യായാമം, ഭക്ഷണം, മരുന്ന്, ഈ 3ിലൂടെയും ഇൻഷാ അല്ലാഹ് വയറ് കുറക്കാൻ സാധിക്കും എന്നുകൂടി അറിയിക്കുന്നു. ഇനി ഒരൊറ്റ ചോദ്യത്തിനുകൂടി മൈക്കായി മാറുന്നു. അസ്സലാമു അലൈക്കും. സാറേ, ഞാൻ അൾസർ ഉള്ള ആളാണ്. കുറെ കാലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. കൂടെ അൾസർ അല്ലാത്ത വേറെ പേര് അൾസോർസിസ്റ്റ് ഇങ്ങനെ ഒരു പേര് പറഞ്ഞ ഡോക്ടർ, ഒരു ഡോക്ടറെ കാണിച്ച് സുഖമായിട്ട് വേറെ ഡോക്ടറെ മാറി കാണിച്ചു. ഇപ്പം ബ്ലഡ് ഒരുപാട് ബ്ലഡ് നല്ല മുമ്പ് പോയിരുന്നു. ഇപ്പൊ ബ്ലഡ് ഇപ്പോഴും ബ്ലഡിന്റെ അംശം കുറേശ്ശെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് പിന്നെ ഈ 5 തരം അരി കഴിക്കണ്ട പറഞ്ഞത്. അതായത് പച്ചമുളക്, ചുവന്നമുളക്, കുരുമുളക്, ചുക്ക്, ഇഞ്ചി, പിന്നെ മുട്ട, മാംസം, പാല്, പിന്നെ സുർക്ക, ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് ബ്ലഡിന്റെ അംശം ഇതുവരെ കുറഞ്ഞിട്ടില്ല. 1 വർഷം വരുന്നത് ശരിയാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു മെഡിക്കൽ റിട്ടയർഡ് പ്രൊഫസറെ ഞാൻ കാണിച്ചത്. എന്നിട്ട് വളരെ അസ്വസ്ഥനും ബുദ്ധിമുട്ടുള്ളൂ. എന്താണത് പരിപൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് സാറൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലൈഹിസ്സലാം. നിങ്ങളുടെ അസുഖം ഞാൻ മനസ്സിലാക്കുന്നത് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന അസുഖമായിരിക്കും. ബ്ലഡ് മലത്തിൽ കൂടിയാണ് വരുന്നത് എന്നാണല്ലോ പറഞ്ഞത്.
അതായത് നമുക്കറിയാം അൾസർ എന്നാൽ മുറിവാണ്. നാവിൽ വരുമ്പോഴും നാം പുണ്ണ് എന്ന് പറയാറുണ്ട്. അതേ രൂപത്തിൽ അത് ആമാശയത്തിൽ വരുമ്പോൾ കാളിച്ചയും പുകച്ചിലും ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ വേദന, ചിലപ്പോ കഴിക്കാൻ വിശപ്പുണ്ടാകുമ്പോൾ വയറുവേദന, ഇങ്ങനെ പല രൂപത്തിൽ ആമാശയത്തിൽ അൾസർ ഉണ്ടാകാറുണ്ട്. അതുപോലെ പിന്നെ മലദ്വാരത്തിനടുത്ത് പിന്നെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ അസിഡിറ്റിയുടെ ഭാഗമായി അൾസർ അവിടെയും ഉണ്ടാവാറുണ്ട്. അതേ രൂപത്തിൽ വൻകുടലിൽ ഉണ്ടാകുമ്പോഴാണ് ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന രൂപത്തിൽ ഈ പേര് ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മാനേജ്മെന്റ് അത് കുറച്ചൊരു പഴക്കം, ചികിത്സയിൽ കുറച്ച് താമസമെടുക്കുന്ന കേസാണ്. നിങ്ങൾ ഇപ്പോ ചികിത്സ ഏതൊരു ഡോക്ടറെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങൾ ആ ചികിത്സ തന്നെ തുടരുക. ആരെങ്കിലും ഒരു നേതൃത്വം, ആരെങ്കിലും ഒരു മേൽനോട്ടം നിർബന്ധമായിട്ടും വേണം. ഇഷ്ടമുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. എന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ സംസാരിക്കുന്നത് മർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ വെച്ചാണ്. അപ്പോൾ യുനാനി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, ബ്ലഡ് കുറക്കാനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഇവിടെ സമീപിക്കാം. ഇൻഷാ അല്ലാഹ് ബ്ലഡൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള നല്ല ചികിത്സകളുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. അതിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്നെ ഡീറ്റെയിൽസ് നിങ്ങൾ അതിന്റെ പേപ്പർ കൊണ്ടുവന്നാൽ ചെക്ക് ചെയ്ത എൻഡോസ്കോപ്പി എന്തോ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ് എന്നുകൂടി അറിയിക്കുന്നു. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. ഒരു ചോദ്യത്തിനോട് മറുപടി പറയാം. രാവിലെ ചപ്പാത്തിയും തൈരും കഴിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഉണ്ടോ? അരിയേക്കാളും കുറച്ചുകൂടി തടി കൂട്ടാത്തൊരു സംഭവമാണ്, ഒരു ഭക്ഷണ ഘടകമാണ് ചപ്പാത്തി, അതായത് ഗോതമ്പിന്റെ അംശം. ഏതായാലും അളവ് രാവിലെ ചപ്പാത്തി കഴിക്കുന്നത് തെറ്റൊന്നുമില്ല. കുറച്ച് 1-2 എണ്ണത്തിൽ ഒതുക്കുക. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. ചിലപ്പോ ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ നമുക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ചെറിയ 2 ചപ്പാത്തിയും അല്പം ചോറൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മളെ വിശപ്പിന്റെ കാൽഭാഗം പോലും അതുകൊണ്ട് ശമിക്കാറില്ല. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ വളരെ ഉപകാരമാണ്. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് രാവിലത്തെ ചോദിച്ചു, രാവിലെ കുറച്ച് 1-2 ചപ്പാത്തിയും തൈര് കഴിക്കുന്നതിന് കുഴപ്പമില്ല. കഫരോഗമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് തൈര് കഴിക്കാം എന്നുകൂടി അറിയിക്കുന്നു. ഇനി അവസാനിപ്പിക്കുകയാണ്. വ്യത്യസ്ത ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി കേൾക്കാം. ഇനി അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു ഒരു സ്വാലിഹ അമലായി തന്നിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്നുകൂടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ അടിമിനിമാരും ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒരു പ്രത്യേകമായ പ്രതിഫലച്ചയല്ലാതെ സമൂഹത്തിന് സേവനം മാത്രം ലക്ഷ്യം വെച്ച് ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വലിയ നല്ല ഒരു പ്രതിഫലം കിട്ടുന്ന കർമ്മമായി നമ്മൾ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.